ഗുഡ് മോർണിംഗ് പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങൾക്ക് അതിമനോഹരമായൊരു കാഴ്ച ഇന്ന് കാണിച്ചു തരുന്നു കേട്ടോ. ഇത് നമ്മുടെ ഇളവള്ളി കോക്കൂര് പാടശേഖരത്തിൽ ഇന്ന് താറാവിനെ തീറ്റിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതുപോലെ കൊയ്ത്ത് കഴിഞ്ഞാലും ഒക്കെ ഇതുപോലെ താറാവ് കൂട്ടങ്ങളുമായിട്ട് ഓരോരുത്തർ, നമ്മളെ നാട്ടുകാരല്ല, പുറത്തുള്ള ആളുകൾ പലരും വരും. എന്നിട്ട് ഈ താറാവുകളെ ഈ വെള്ളത്തിൽ ഇങ്ങനെ ഇറക്കി വിട്ടിട്ട് ഭയങ്കര ഭംഗിയാണ് അത് കാണാൻ. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ്, നമ്മളോടൊന്നും ഇല്ല ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അപൂർവമായ ഒരു കാഴ്ചയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ ചെറുപ്പകാലത്തൊക്കെ ഇത് സ്ഥിരം കാഴ്ചയായിരുന്നു. ഇപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മുടെ കുട്ടികളൊന്നും ഇത് കണ്ടിട്ടുണ്ടാവാൻ സാധ്യതയില്ല എന്നെനിക്ക് തോന്നുന്നു. എനിവേ, എന്തായാലും ഇത് വളരെ മനോഹരമായൊരു കാഴ്ചയാണ്. ഈ താറാവ് കൂട്ടങ്ങൾ ഇങ്ങനെ 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 ഭയങ്കര രസകരമായിട്ടുള്ള കാഴ്ചകളാണ്. അതിനെ മേയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു 4-5 പേരുണ്ടാവും എപ്പോഴും. വലിയ കൂട്ടങ്ങൾ, ചെറിയ കൂട്ടങ്ങൾ, അങ്ങനെ പല രീതിയിലാണ് ഇവരിത് കൊണ്ടുവരിക. ഇത് സാമാന്യം തിരക്കേടില്ലാത്തൊരു കൂട്ടമാണ്. എന്തായാലും കണ്ട് ആസ്വദിക്കുക. നമ്മളുടെ ഗ്രാമത്തിൻ്റെ ഭംഗി, വിശുദ്ധിയുടെ ഒക്കെ ഒരു ഭാഗമാണ് ഈ വർഷങ്ങളിൽ വരുന്ന ഈ താറാവ് കൂട്ടങ്ങൾ എന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഓക്കെ, അതേപോലെ തന്നെ ഒരു കാര്യം കൂടെ നിങ്ങളോട് പറയാം. ഇത് ഇളവള്ളി തിരുത്ത് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോണ ഒരു റോഡാണ്. ഈ റോഡിൻ്റെ പ്രത്യേകത, എല്ലാ വർഷവും ഈ റോഡിൻ്റെ ഇരുവശങ്ങളിലും ഈ മഞ്ഞ നിറത്തിലുള്ള ഈ പൂക്കൾ ഓണത്തിൻ്റെ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 1.5 മാസം മുന്നേ മുതൽ ഇതിങ്ങനെ വളരെ ഭംഗിയായിട്ട്, എന്താ പറയുക, ആരോ നട്ടുപിടിപ്പിച്ചതുപോലെ അത്രയും മനോഹരമായിട്ട് ഇത് ഒരുപാട് ദൂരം ഈ 2 സൈഡിൽ, റോഡിൻ്റെ 2 സൈഡിലായിട്ട് ഈ പൂക്കൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കും. നമ്മൾ രാവിലെ ഇതിലൂടെ ജോഗിങ്ങിനൊക്കെ പോകുമ്പോൾ നമുക്ക് മനസ്സിന് വളരെ ഒരു കുളിർമുള്ളൊരു കാഴ്ചയാണ്. വളരെ സന്തോഷവും വളരെ പോസിറ്റീവും ആയിട്ടുള്ളൊരു വൈബ് തന്നെ നമുക്കിവിടെ കിട്ടും. അതുകൊണ്ട് ഈ പരിസരത്തുള്ള ആളുകളൊക്കെ ഇത് വന്ന് ആസ്വദിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ നാടാണ്, നമ്മുടെ നാട്ടിൻപുറത്തെ കാഴ്ചകളാണ്. കണ്ട, ഇത് അവസാനിക്കാൻ കുറച്ച് സമയം പിടിക്കും. ലാസ്റ്റ് വരെ ഇതേ അവസ്ഥയാണ് ഈ പൂക്കളുടെ. ഓക്കെ, എന്താ ആരും നട്ടുവെച്ചിട്ടുള്ളതല്ല, ഇത് പ്രകൃതി നമുക്ക് വേണ്ടി കനിഞ്ഞു നൽകിയ ഒരു അനുഗ്രഹം തന്നെയാണ്, അല്ലേ? ഓക്കെ, താങ്ക് യു.